I'm a different person. I look into things in a different way, maybe professional way. ഒരു ചേഞ്ചും ഇല്ലാതെ ഞാൻ ചെയ്തത് മതി എന്ന് പറഞ്ഞ് സ്റ്റബേണായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടും കൺസെപ്റ്റും നല്ലതല്ല. 1974 marked the emergence of a remarkable individual in Kerala. Born as the eighth son to Verghese and Rosamma, he began his journey in humble surroundings. Educated in the quaint towns of Thulapalli and Kannamalai, he discovered his divine calling as a priest. With unwavering dedication, he embarked on a lifelong pursuit of serving God. God called, and he answered. He entered the seminary on June 20, 1989, to pursue his divine calling. After 11 years of devoted study and formation, he was ordained as a priest on January 2, 2001. For 25 years, Father Joseph has dedicated his life for serving the Lord and his people. He has tirelessly worked to spread the message of love, hope, and redemption. For 2.5 years, he served as assistant vicar in the parishes of Kappad, Mandakayam, and Mlamala. Later, he served as vicar at Kirikara in Vandiperiyar and continued to nurture the spiritual growth as a shepherd to the people of God. Beyond his parish duties, Father Joseph's ministry extended to serving the wider community. He generously shared his time and talents with the Citadel Residential School in Rani, Pathanamthitta. His compassionate service at the Mandakayam Medical Trust (MMT) Hospital reflected his deep commitment to caring for the physical and spiritual needs of others. Then, he began his journey with Marian. ഓരോ സ്റ്റുഡൻറ്റും ആഗ്രഹിക്കുന്ന കാര്യം ഈ ക്യാമ്പസിൽ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് ജോസഫ് പൊങ്ങന്താനം അച്ഛനോടൊപ്പം പ്രിൻസിപ്പൽ എന്ന നിലയിൽ 2.5 വർഷക്കാലം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ അദ്ദേഹം ഏറ്റവും മികച്ച ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. നമ്മുടെ കോളേജിൽ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരാനും കോളേജിനെ മനോഹരമാക്കാനും ഒട്ടേറെ സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കൊണ്ടുവരാനും ഓരോ കാര്യങ്ങളെ പ്രൊഫഷണലായി അപ്രോച്ച് ചെയ്ത് അതിനെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനും അദ്ദേഹത്തിനുള്ള കഴിവ് ഏറെ പ്രശംസനീയമാണ്. 2.5 വർഷക്കാലത്തെ ജോസഫ് അച്ഛനോടുള്ള എൻ്റെ പ്രവർത്തനം വളരെ സന്തോഷപൂർണ്ണമായിരുന്നു. ഞാൻ വളരെ സംതൃപ്തനാണ്. 2.5 വർഷക്കാലം അദ്ദേഹം നൽകിയ സപ്പോർട്ട്, അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ അവസരം കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. He is a master builder who could provide maximum infrastructural facilities for the college. He also provided a student-friendly atmosphere in the campus. നിങ്ങൾക്ക് ആവശ്യമായ ഇടയന്മാരെ ഞാൻ അതാത് സമയത്ത് തരും എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നാക് അക്രഡിറ്റേഷൻ 4th സൈക്കിളിൻ്റെ സമയത്ത് ഈ ക്യാമ്പസിനെ ഇത്രയും മനോഹരമായിട്ട് ബ്യൂട്ടിഫൈ ചെയ്യാൻ, ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കൊക്കെ ഇത്ര മനോഹാരിതമായ ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റിയോടുകൂടിയുള്ള ഒരു കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കാൻ സാധിച്ചത് ജോസഫ് അച്ഛൻ്റെ സാന്നിധ്യം കൊണ്ടും അച്ഛൻ്റെ എഫേർട്ട് കൊണ്ടുമാണ്. ജോസഫ് അച്ഛനെ കുറിച്ചുള്ള എൻ്റെ ചിന്ത ബ്ലൂം വെയർ യു ആർ പ്ലാന്റഡ് എന്നുള്ള പോളിസി ഫോളോ ചെയ്യുന്ന ആളാണെന്നുള്ളതാണ്. Father Joseph Pongandanam is a very dedicated and visionary leader. His commitment and vision has contributed a lot to our college, and his life was an impactful one which inspired us all. I wish him all the best in his new engagements. പ്രിയപ്പെട്ട ജോസഫ് അച്ഛ, ഒരു മേലധികാരിയായും ഒരു ഇടവ വികാരിയായും ഒരു നല്ല അയൽക്കാരനായും അച്ഛൻ എന്നും ഞങ്ങൾക്ക് അപ്രോച്ചബിൾ ആയിരുന്നു. അതുപോലെ തന്നെ
വർഷങ്ങൾക്ക് ശേഷം ഈ ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന ഓരോ മരിയനേറ്റിനും ഈ ക്യാമ്പസ് നൽകുന്ന അത്ഭുതവും സന്തോഷവും അതിനെല്ലാം കാരണം അച്ഛൻ്റെ കഴിഞ്ഞ 4 വർഷമായിട്ടുള്ള നിസ്സാന്തമായ പരിശ്രമം മാത്രമാണ്. ഈ ക്യാമ്പസ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കാണുന്നതിന് ഞങ്ങൾക്കുള്ള സന്തോഷവും നന്ദിയും അച്ഛൻ അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഏറെ അപ്രോച്ചബിളായിട്ടുള്ളൊരു മഹത് വ്യക്തിത്വമായിരുന്നു നമ്മുടെ പൊങ്ങന്താനത്തച്ഛൻ. വിദ്യാർത്ഥികളുടെ ഏതൊരാവശ്യം പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് എത്തിയാലും അച്ഛൻ ഒരു നിറഞ്ഞ പുഞ്ചിരിയോടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അത് ഇപ്പം ഞാൻ ശരിയാക്കി തരാം എന്നുള്ള ഒറ്റ ഒരു സംസാര ഭാഷയിൽ തന്നെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുമായിരുന്നു. ഇതെൻ്റെ 4ാമത്തെ വർഷമാണ് ഈ കോളേജിൽ. ഞാൻ ഫസ്റ്റ് ഇയർ വന്ന പോലെയല്ല ഞാൻ ഈ 4ാമത്തെ വർഷം ഈ കോളേജിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ മാറ്റങ്ങളും എനിക്ക് നേരിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കുട്ടികളുടെ ഏത് ആവശ്യത്തിനും അച്ഛൻ അപ്രോച്ചബിൾ ആയിരുന്നു. ഈ കലാലയ ജീവിതം ഏറ്റവും കളർഫുള്ളും ഏറ്റവും ലൈവ്ലിയാക്കി തീർത്തതും ജോസഫ് അച്ഛനാണ്. നമ്മുടെ മരിയൻ കോളേജിൽ നേരത്തെ ഫസ്റ്റ് എയ്ഡ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ജോസഫ് അച്ഛൻ വന്നതിന് ശേഷമാണ് ഇൻഫെർമറി സ്റ്റാർട്ട് ചെയ്തത്. അത് ഇവിടുത്തെ സ്റ്റാഫിനും സ്റ്റുഡൻസിനും നല്ലൊരു മെഡിക്കൽ സപ്പോർട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൗസ് കീപ്പിങ്ങിനെ ഇതുപോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാക്കി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അച്ഛൻ മൂലമാണ് നമുക്ക് സാധിച്ചത്. ഹൗസ് കീപ്പിങ്ങിൽ ചെക്ക് ലിസ്റ്റ് റെഡിയാക്കാനും അതുപോലെ തന്നെ നല്ലൊരു SOP ഹൗസ് കീപ്പിങ്ങിന് വേണ്ടി തയ്യാറാക്കാനും എല്ലാവിധ സഹായങ്ങളും അച്ഛൻ വഴി നമുക്ക് സാധിച്ചു. ഹോസ്റ്റലിംഗ് എന്നാണെന്നുള്ളത് അച്ഛനാണ് എനിക്ക് പറഞ്ഞു തന്നത്. അതനുസരിച്ച് 2 ഹോസ്റ്റലും മേരിനോളും പോളൈബി നല്ല രീതിയിൽ നല്ല സൈലൻസ് അത് ഡിസിപ്ലിൻ നല്ല രീതിയിൽ പാലിച്ചുകൊണ്ട് പോകാൻ സാധിച്ചു. ഞാൻ ഹൗസ് കീപ്പിങ്ങിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ വർഷങ്ങളായിട്ട് താൽക്കാലികമായിട്ടാണ് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ജോസഫ് അച്ഛൻ വന്നതിന് ശേഷം ഞങ്ങളെ സ്ഥിരമാക്കി. അതിന് അച്ഛന് 1000 നന്ദി. നല്ല മനോഹരമായ ഗാർഡൻ റെഡിയാക്കാൻ അച്ഛൻ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുകയും നന്നായി ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ജോസഫ് അച്ഛനെ ഏറ്റവും നല്ല ശ്രദ്ധിക്കുന്ന ഒരു അച്ഛനാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ട് അന്നേരം ഇവിടെ വന്ന് ഫോണിൽ വിളിച്ച് പറയും, അല്ലെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയും ഇവിടെ വന്ന്. Father Joseph's remarkable contributions have transformed the campus with a grand main auditorium, well-planned roads, a modern Magis Mini auditorium, purpose-built training rooms, and a sophisticated cafeteria for teachers, guests, and students. He established a spacious boardroom, a well-equipped infirmary, completed the gym room, and set up a serene counseling room. His vision extended to making the rainwater harvesting reservoir a pure and uncontaminated water source, developing volleyball courts, and creating a thoughtfully designed landscape near the reservoir. His efforts led to the construction of a new building at Madonna Ladies Hostel, a shuttle court inside the hostel, and expanded floors at Carlo Hostel. Through his leadership, the campus saw comprehensive hostel renovations and aesthetic landscaping near the hostels. He developed a dynamic open stage near the water reservoir, installed interactive panels in all classrooms, and introduced efficient parking facilities. The establishment of a strategic IQAC room, a unique media museum, a modernized MBA cafeteria, a peaceful chapel, and a powerful centralized generator system stand as testaments to his unwavering commitment to excellence. Dear Father, your leadership, mentorship, and spiritual guidance have transformed countless lives. We are grateful for your unwavering commitment to our institution's mission and values. May God reward your selfless service with joy, peace, and happiness. You will be deeply missed, but your legacy will live on in our hearts. Thank you, Father. With love, Marian family.